കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ചെലവിനൊക്കെ തരുമായിരുന്നു? അന്നേരവും തരത്തില്ല. പിന്നെ എങ്ങനെ അവരുടെ അന്ന് അച്ഛന് ജോലി ഉണ്ടായിരുന്നു ഷാപ്പില്, ഇവരുടെ അച്ഛന്. അപ്പൊ അച്ഛനാണെങ്കിൽ ഒന്നിച്ച് സാധനം എടുക്കും, അരി സാധനങ്ങൾ മേടിക്കും, അങ്ങനെ ഭക്ഷണം കഴിക്കും. അമ്മയാണെങ്കിൽ പറയാം എനിക്ക് 1.5 കിലോ അരിയുടെ ചോറ് വേണം ഒരു ദിവസം. പിന്നെ പറയും ഒരു നേരം ഇച്ചിരി കൂടുതൽ കഴിച്ചെങ്കിൽ പറയുന്നത് നിന്റെ കെട്ടിയാൻ പണിക്ക് പോയിട്ട് കൊണ്ടുതരുന്നില്ലല്ലോ, ഇത് എന്റെ കെട്ടിയാൻ എനിക്ക് കഴിക്കാൻ കൊണ്ടുതരുന്നതാന്ന് പറയും. അങ്ങനെ അതിന് വഴക്കായി, അങ്ങനെ അതിനും ബഹളമായിരുന്നു. ഒരു കാലത്തും ഇയാള് ഒരു കാലത്തും ഇല്ല. ഒരു കാലത്തും ആ പുള്ളിയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഇവരുടെ അച്ഛനും അമ്മയും, പുള്ളിയുടെ അച്ഛനാണെങ്കിൽ ഷാപ്പിൽ നിന്ന് ആഴ്ചയിൽ സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയാ താമസിച്ചിട്ടുണ്ട്. ഒന്നും ഇന്ന് വരെ മേടിച്ചു തന്നിട്ടില്ല. ഇന്ന് വരെ ഇപ്പൊ 3 വർഷം പിണങ്ങി ഇരുന്നിട്ട് 1 വർഷത്തോളം, ഇപ്പൊ കഴിഞ്ഞ 1 വർഷം മുന്നേ എൻ്റെ കൂടെ 1 വർഷത്തോളം താമസിച്ചു. ആ സമയത്തും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും പോലും മേടിച്ചു തന്നിട്ടില്ല. ഒരു തുണിയായിട്ട് മേടിച്ചു കൊടുക്കത്തില്ല, ഒരു ചെരുപ്പാട്ടൊന്നും മേടിച്ചില്ല. അഥവാ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും വല്ല ഓണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്തെങ്കിൽ അല്ലെ മേടിച്ചു കൊടുക്കത്തില്ല. അങ്ങനെയാണോ അനു? ശരിയാ, ഞാൻ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. അത് ശരിയാണെന്നാണോ അപ്പൊ തോന്നുന്നത്? ചുമ്മാ പറയുന്നു സാറേ, ഞാൻ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ചെലവിനോടുക്കാണ് അവിടെ കഴിയുന്നത്. ഞാൻ പിള്ളേർക്ക് തുണിയും മേടിച്ചു കൊടുത്തില്ല, സ്കൂളിൽ തുറക്കുമ്പോൾ തുണിയും മേടിച്ചു കൊടുക്കത്തില്ല, അവർക്ക് ആഹാരം ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല, പണിക്ക് പോയിട്ട് ഒന്നും ചെയ്യത്തില്ല, ഇന്നുവരെ ചെയ്തിട്ടില്ല. സ്കൂളിൽ ചേർത്തതും സ്കൂളിലെ ഫീസ് അടയ്ക്കുന്നതൊക്കെ ആരായിരുന്നു? ഞാൻ പൈസ കൊണ്ട് കൊടുക്കും, അവള് തന്നെ എല്ലാം ചെയ്യുന്നത്. ഡെയിലല്ല, കൈ കിട്ടുന്നതനുസരിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് 100 300 ഉണ്ടെങ്കിൽ അതെടുത്ത് എറിയുന്നുമുണ്ട്. ഞാൻ കൈ കൊടുക്കുമ്പോൾ അതെടുത്ത് എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് താഴെ കളയുന്നുമുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല ചോദിക്കണേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. കല്യാണം കഴിഞ്ഞ സമയത്ത് അന്ന് പുള്ളിക്ക് മൈക്കാട് പണിക്ക് പോകുന്നതിന് 250 രൂപ എങ്ങാണ്ടായിരുന്നു ഒരു ദിവസത്തെ കൂലി. 100 രൂപ പടിയായിട്ട് അമ്മയുടെ കൊണ്ട് കൊടുക്കും. ഒരു എല്ലാ ദിവസവും തോന്നുവാണെങ്കിൽ തോന്നുന്ന ദിവസം കൊണ്ട് കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ ഒരു പൊട്ട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ 5 രൂപയുടെ ഒരു പൊട്ട് മേടിച്ചിട്ട് അന്നത്തെ പറ്റ അതിലങ്ങ് തീർക്കും. ബാക്കി കിട്ടുന്നത് കൊണ്ട് സിനിമ കാണുക, കള്ളു കുടിക്കുക, രാത്രി 12 മണി 1 മണിക്ക് 2 മണിക്കൊക്കെ കയറി വരിക ചെയ്യുന്നത്. ഒരു ഉത്തരം അത് പറഞ്ഞാൽ വല്ല സമയത്തും കാണും. ആ സമയത്ത് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് 5 രൂപയുടെ ശിങ്കാറ് മേടിച്ചു തരാൻ പറഞ്ഞാൽ അതൊന്ന് മേടിച്ചു തരും. അന്ന് ആ 100 രൂപ അതേ തീർക്കും, ബാക്കി കൊണ്ടുവരുന്ന കളയും. എന്താ ചെയ്യുന്നതെന്ന് ഒരറിവില്ല. ഇപ്പൊ എൻ്റെ മോള് 5 വേറൊരു സ്കൂളിലോട്ടാ പോയെ, 4 വരെ കഴിഞ്ഞ് 5 വേറൊരു സ്കൂളിൽ പോയി. ആ സ്കൂളിൽ ഇന്ന് വരെ അവരുടെ അച്ഛൻ കണ്ടിട്ടില്ല. ആ സ്കൂളിലെ മാഷാണ് ബൈജു എന്ന് പറഞ്ഞിട്ട് സാറ്. കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ആ സാറ് പറഞ്ഞ് കുഞ്ഞിന് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു, അവള് ഭയങ്കര ഡൗൺ ആയിപ്പോയി. ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു പഠിക്കാൻ. അപ്പൊ സാർ ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു. അന്നേരം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ അച്ഛനെ കൂടെ വിളിച്ചുകൊണ്ട് വാ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇവരുടെ അച്ഛനോട് ഞാൻ അന്ന് മോല് പറഞ്ഞു, മോനെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ അച്ഛനോട് പറഞ്ഞു. ഞങ്ങൾ 2 പേരും പറഞ്ഞിട്ട് ഈ പുള്ളി വന്നില്ല. ആ സാർ ഇപ്പോഴും ചോദിക്കുന്നു അവരുടെ അച്ഛനൊന്നും വന്നില്ലല്ലോ എന്ന്. ഇന്ന് വരെ ആ സ്കൂള് കണ്ടിട്ടില്ല ഈ പുള്ളി. കുട്ടിക്ക് എന്തായിരുന്നു, എന്താ ബുദ്ധിമുട്ടാ കുട്ടിയെ കാണിച്ചത്? കുട്ടി കാണിച്ച അവക്ക് പഠിക്കാൻ, ഈ പുള്ളി രാത്രി വരും, പഠിക്കാൻ സമയമില്ല. രാത്രി വന്ന് വഴക്കിട്ട് കഴിയുമ്പം ചീത്തവിളിയായി ബഹളമായി കഴിയുമ്പോൾ ഇവർക്കൊന്ന് ഇരുന്ന് പഠിക്കാനുള്ള സമയമില്ല. പഠിക്കുന്നില്ല എന്നും പറഞ്ഞോണ്ടാണോ ടീച്ചർ പരാതി? അല്ല, പഠിക്കുന്നുമില്ല. പഠിക്കാത്തത് കൊണ്ട് ഇവൾ സ്കൂളിൽ മൗനമായിപ്പോയി. പഠിക്കാത്തത് കൊണ്ട് കുഞ്ഞിന് ഏറ്റവും നല്ല രീതിയിൽ മിടുക്കിയായിട്ട് പഠിച്ചു വന്നേ. അപ്പൊ വീട്ടിൽ പഠിക്കാനുള്ള സമയം കിട്ടാതെ വന്നപ്പോഴത്തേന് കുഞ്ഞിന് തന്നെ ഒരു മൗനമായിപ്പോയി, ഞാൻ പഠിക്കുന്നില്ല എന്ന് ഓർത്തിട്ട്. പേടി എന്നും ഈ ബഹളം കേട്ടുള്ള പേടിയോ ആദ്യമോ? 2 പേരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇവരുടെ അച്ഛനും അവിടെ ഉണ്ട്. എൻ്റെ ഇളയ മോളാണെങ്കിൽ ഇവരെ ഒരു ദിവസം രാത്രി പറഞ്ഞു, അമ്മയെ ഞാനൊരു കാര്യം പറയാം. അമ്മ വഴക്ക് പറയില്ല. ഇല്ല മോനെ പറയാൻ പറഞ്ഞു. ഇല്ല അമ്മ വഴക്ക് പറയില്ല, നീ പറയാൻ പറഞ്ഞു, എനിക്ക് അച്ചാച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ നീ വിളിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ പുള്ളിനെ വിളിച്ചിട്ട് മിസ് കോൾ ആണെന്ന് തോന്നുന്നു, എൻ്റെ പൈസ ഇല്ല. കുറേ സമയം മിസ് കോൾ അടിച്ച് കഴിഞ്ഞപ്പം പുള്ളി തിരിച്ച് വിളിച്ചപ്പോൾ അവൾ എടുത്തു ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അച്ചാച്ചി ഞാനാ. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ മോനെ? ചാച്ചി ചോറുണ്ടോ? എന്താ ഇപ്പം തിരക്കാനെന്ന്. ചാച്ചി എന്തോ കൊടുക്കും? എന്താ അറിഞ്ഞിട്ട് എന്തോ വേണമെന്ന് ചോദിച്ചു. മുമ്പേ പറഞ്ഞില്ല എന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ കട്ടാക്കിനെ, അറിഞ്ഞിട്ട് എന്തോ വേണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ ഒന്നുമില്ല, ചാച്ചിയോടൊന്ന് സംസാരിക്കും, ഇപ്പം എന്താ നിനക്ക് അങ്ങനെ തോന്നാനെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ആരോടും പറഞ്ഞിട്ടില്ല ആ ഒരു സംഭവം. എന്നിട്ട് ഇവള് കരഞ്ഞ് ചങ്കുപൊട്ടി, കൊച്ചുമോള ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അമ്മ ഇനി എനിക്ക് മരിക്കുന്നിടം വരെ അച്ചാച്ചിയോട് സംസാരിക്കേണ്ടതെന്ന്. അവർ 2 പേരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. 2 പേർക്കും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞാൽ കൊണ്ടുവന്നത്, ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് അവിടെ ചെന്ന് ആരോടും പറയരുത്, അച്ചാച്ചിയുടെ കൂടെ പോകണം, അമ്മച്ചിയുടെ ഒന്നും പറയരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. അവരെ വിളിച്ച് ചോദിച്ചു നോക്കാം. അവർക്കാണെങ്കിൽ ഈ പുള്ളി അങ്ങോട്ട് വരുമ്പോഴേ അവരെ വിറയ്ക്കാൻ തുടങ്ങും. ആ വഴി കാണുമ്പോഴേ, എൻ്റെ മൂത്ത മോളാണെങ്കിൽ അവള് വഴി കൂടെ പോകുന്ന കാണുമ്പോഴേ അവളെ വിറയ്ക്കാൻ തുടങ്ങും. അല്ല, ഇദ്ദേഹം തല്ലാറുണ്ട് കുട്ടികളെ?
കുഞ്ഞുങ്ങളെ അങ്ങനെ അടിച്ചിട്ടില്ല, ഇല്ല, അവരെ അങ്ങനെ എന്തുകൊണ്ടാ വീട്ടിൽ വന്നിട്ട് എന്നോട് ബഹളം, എന്നോട് തന്നെയല്ല മാഡം, റോഡിൽ നടന്നങ്ങ് ചീത്ത വിളിക്കും. കാണുന്ന മനുഷ്യരോടെല്ലാം പിടുത്തമുണ്ടാക്കും. ഒരു കുടിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഇരിക്കുകയില്ല. ആര് വന്നാലും അവരോട് പിടുത്തത്തിന് ചെല്ലും. അയാളെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളും വിളിക്കും. എന്നെ ചീത്ത ആദ്യം ഒന്നും ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വിവരക്കേടുകൾ പറയുമ്പോൾ ഞാൻ മറുപടി പറയും. പിന്നെ അത് എന്നെ ചീത്ത വിളിയാകും, തിരിച്ച് ഞാനും പറയും, പറഞ്ഞിട്ടുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പുള്ളി വന്നു കഴിഞ്ഞാൽ ഒന്നീ ആൾക്കാർ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്, വാടകയ്ക്ക് താമസിക്കാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ ഒരു തരത്തിൽ മിണ്ടാതിരിക്കുകയില്ല. അവരെ അറിയിച്ച് 6 മാസം കഴിയുമ്പോൾ എനിക്കും പോകാൻ സ്ഥലമില്ല, പുള്ളിക്കും പോകാൻ സ്ഥലമില്ല. വീണ്ടും എന്ത് ചെയ്യും? അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലേ കേൾക്കത്തില്ല. കുടിയാണ് പ്രധാന പ്രശ്നം. ഒരു രീതിയിലും ഒത്തു പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾ അതിനിടയ്ക്ക് ഒരാളെ 1 മാസമായിട്ട് തീരെ കഴിക്കുന്നില്ലെന്ന്. വെറുതെയാ, ഞാൻ വിശ്വസിക്കത്തില്ല. അതിപ്പോ ഇവിടെ വന്നതുകൊണ്ട് എപ്പോഴെങ്കിലും പുള്ളി ഇങ്ങനെ ഒരു ദിവസം പോലും പണിയില്ലാണ്ട് പുള്ളി ജോലിക്ക് പോകാണ്ട് വീട്ടിൽ ഇരിക്കാമെങ്കിൽ കുടിക്കുകയില്ല. അങ്ങനെ കുടിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ പണിക്ക് പോകുന്നില്ല. ഇപ്പൊ പണി ഉണ്ടേലും മിക്കവാറും പോകാതെ മടിച്ച് രാവിലെ ഇപ്പൊ അരിയില്ല പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോലും പുള്ളി എണീക്കത്തില്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തെ എനിക്ക് കഞ്ഞി വെക്കണോ അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വേണം അങ്ങനെയൊന്നുമില്ല. അവിടെ കിടക്കും. എവിടെയെങ്കിലും പോയി ചോറും കറി ഉണ്ടാക്കി വെക്കാമെങ്കിൽ അന്നേരവും കഴിക്കും, അതിന് കുഴപ്പമില്ല. അല്ലാണ്ട് അങ്ങനെ പണിക്ക് പോകാതിരിക്കുവാണെങ്കിൽ കുടിക്കത്തില്ല. പണിക്ക് പോയാൽ പിന്നെ കുടിച്ചിട്ടേ വരും. കാശ് കയ്യിലുണ്ടെങ്കിൽ കുടിക്കും. കഴിക്കുന്നവരുടെ സാധനം ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നത് മാത്രമല്ല, കാണുന്ന എല്ലാ ആളുകളെയും ചീത്ത വിളിക്കുന്നു, എല്ലാരോടും നാട്ടിലുള്ള സ്ത്രീകളോടൊക്കെ ആണെങ്കിൽ മോശമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ആദ്യം വാടകയ്ക്ക് താമസിച്ചെടുത്ത് 2 സ്ത്രീകളുമായിട്ട് മോശമായിട്ട് പെരുമാറി. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ 1 വർഷത്തോളം ഇവരുടെ വീട്ടിൽ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്താണെങ്കിൽ സ്ഥിരമായിട്ടൊരു പെണ്ണ് വിളിക്കാറുണ്ടായിരുന്നു. അത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോയ സമയത്ത് ഒരു പെണ്ണായിട്ട് ഇങ്ങനെ സ്നേഹമായി അവളെ വിളിക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ വിളിക്കുന്നത് ശരിയാണോ? ഞാൻ എൻ്റെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കൃത്യമായിട്ടും. എൻ്റെ അടുത്തിരുന്നിട്ട് എന്നെ ഫോൺ സൈലൻ്റ് ആയിട്ടിരിക്കും. ബെല്ല് വരുമ്പം കക്കൂസിൽ പോയിരുന്നിട്ട് സംസാരിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലൊരു പെണ്ണ് നിന്ന് മേഡം, ഓരോ വീട്ടിൽ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് ഒരാൾ വീട്ടിൽ ജോലിക്ക് വന്ന ഇപ്പം ഞാൻ പിണങ്ങി ഇരുന്നിട്ട് ഞാൻ ഇന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നാളെ വീട്ടിൽ ജോലിക്ക് വന്ന ആൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഞാനും എൻ്റെ കുഞ്ഞുങ്ങളൂടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ജോലി കൂടത്തേ ഉള്ളൂ. ഞാൻ രാവിലെ ജോലിക്ക് പോകും, എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, വീണ്ടും ആ വീട്ടിലെ ജോലി പതിവിൽ ഇരട്ടിയാവത്തേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വേലയ്ക്ക് വന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൾ പിറ്റേ ദിവസം പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ കുട്ടി പോയി. അത് അവിടെ വന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ അനിയത്തി കൊണ്ടുവന്നതാണെന്നും ഇദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും ഇദ്ദേഹം തന്നെ പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് അത് പ്രഗ്നൻ്റ് ആയി. അതിനെ അബോർഷൻ ആക്കാൻ അവരുടെ അമ്മ കൊണ്ടുപോയി. ഇത് എന്നോട് നാട്ടുകാർ പറഞ്ഞു. അതൊക്കെ സംഭവിച്ചത് കള്ളമാണോ? ശരിയാണോ? അല്ലെങ്കിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്നു. എന്തർത്ഥത്തിൽ അത് ഞങ്ങളുടെ അമ്മയുടെ ഇടപാടെല്ലാം കണ്ട് വന്നിരുന്നു പെണ്ണ്. അല്ലാതെ എനിക്കറിയത്തില്ല അത് എങ്ങനെ. ആ നാട്ടുകാരോടെല്ലാം പോകുന്നതിന്റെ അന്ന് കരഞ്ഞു പറഞ്ഞു. കുഞ്ഞോട്ട് മാലികര ആശുപത്രി അവര് കിടന്ന സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട് അങ്ങനെ വന്നത്. പിന്നെന്താ നാട്ടുകാർ മുഴുവൻ വെറുതെ പറയുമോ? നാട്ടുകാരൊന്നും പറയൊന്നുമല്ല. അയ്യോ, ഇവ പറയുന്നത് ഞാനും ആ പെണ്ണുമായിട്ട് കല്യാണം കഴിച്ചു, ആ പെണ്ണ് ഗർഭിണിയായി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഗർഭിണിയായി എന്നുള്ള ഇല്ല, സത്യമാണ്. ഉത്തരവാദി നിങ്ങളല്ലായിരിക്കാം. അല്ല, പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായി. ഇല്ല, അങ്ങനെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നാട്ടുകാർ ഇമ്മാതെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഇവരുടെ അയൽക്കാരോട് തന്നെ ഞാൻ താമസിക്കുന്ന വീടിന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്നവരെല്ലാം ഞങ്ങളുമായിട്ട് ഭയങ്കര ശത്രുതയില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മയുടെ കയ്യിലിരിപ്പിന്റെ കൊണ്ടൊക്കെ ഞാൻ എന്തായാലും എന്നെ പെറ്റ എൻ്റെ അമ്മയല്ലേ. ഞങ്ങളുടെ അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറയുക, പെണ്ണുങ്ങൾ പിടിച്ചു കൊള്ളുക, അല്ലെങ്കിൽ അവരുടെ ആമക്കൾ വന്ന് പിടിച്ചു കൊള്ളുകയോ ചെയ്യുമ്പോൾ ഞാനും അതിനകത്ത് ഇടപെടും. അങ്ങനെ ഞാനുമായിട്ടും വഴക്കുണ്ടായി പയ്യന്നെ അവർക്ക് കണ്ടുകൂടാ എന്നുള്ള ഒരു ഇതായി. ഇവരുടെ അമ്മ പോയ എല്ലാരെയും ചീത്ത പറഞ്ഞ് വഴക്കുണ്ടാവുന്നു. ഇവരും അങ്ങനെ തന്നെയാ. ഇവര് ഒരു അടുത്ത് കോളനി എല്ലാം അടുത്തടുത്ത് വീടുകളാ. അവരൊന്ന് ഉറച്ച് മിണ്ടുമ്പോഴത്തേന് ഇവരോടാണെന്നും പറഞ്ഞിട്ട് ഇവരുടെ അമ്മയും കൂടെ അവരോട് മെക്കിട്ട് കയറും. അപ്പൊ പിന്നെ അവരെല്ലാം കൂടി ഇവരെ ശരിയാക്കും. അതാ സംഭവം. അവരൊന്ന് ഉറച്ച് പറയൂ, അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ചാലേ ഇവരെ ഓർക്കും ഇവരെ വിചാരിച്ചിട്ട് പറയുകയാണെന്ന്. അങ്ങനെ കുടിച്ചിട്ട് വന്ന് അവരുറച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിച്ചിട്ട് പറയും മിണ്ടാരിയടാന്ന് പറയുമ്പോൾ അവര് വെറുതെ ഇരിക്കുവോ? ഈ അമ്മയും കുടിച്ചു കഴിയുമ്പോഴാണ് അമ്മയും ബഹളം. അതെ അതെ അതെ. അമ്മ ഭയങ്കര കുടിയാ. അമ്മയ്ക്ക് ഒരു ദിവസം പോലും കുടിക്കാതിരിക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് സ്ഥിരം കുടിക്കണം. അച്ഛനാണെങ്കിൽ എങ്ങനായാലും ഒരു കുപ്പി മേടിച്ച് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കും. അമ്മ കൊടുത്തില്ലെങ്കിൽ അന്നത്തെ ദിവസം അമ്മ അവിടെ തകർക്കും. അങ്ങനത്തെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറഞ്ഞേ, ആള് ശകലവേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പുള്ളിയുടെ വായിന്ന് വീഴുന്നതും
അവിടെ വീട്ടിൽ നടക്കുന്ന പോലെ നടന്ന എല്ലാ പ്രശ്നങ്ങളും പുള്ളി ഉണ്ടാക്കുകയും ചെയ്യും. കുടിച്ചു കഴിഞ്ഞാൽ ബഹളം വെച്ച് അവിടെ കിടന്നുറങ്ങുകയും ചെയ്യും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. ഈ പൈസ സാമ്പത്തികമായിട്ട് നിങ്ങളെ ഇടയ്ക്ക് സഹായിക്കുകയും ചെലവിന് തരുകയൊക്കെ ചെയ്യുന്നത് അമ്മയാണോ അതും അമ്മ അച്ഛനാണോ? തന്നെയാ. ഈ അച്ഛൻ പൈസ കൊടുക്കും. അവിടുത്തെ അമ്മ കൊണ്ടുവന്ന് തരും. ഈ മോനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം, ഇവർക്ക് കുഞ്ഞിലേ മുതൽ ഈ മോന് അച്ഛനാണ് ആദ്യം കല്യാണം കഴിച്ച. അച്ഛൻ ഷാപ്പ് മാറി ഹരിപ്പാട്ട്, അച്ഛൻ്റെ വീട്. അച്ഛൻ ഷാപ്പ് മാറിയിട്ട് ഹരിപ്പാട്ടൊന്ന് മാനാത്ത് വന്നപ്പോൾ ഈ അമ്മേനെ കണ്ട് പരിചയപ്പെട്ടങ്ങാണ്ട് ഈ അമ്മേൻ്റെ കൂടെ കൂടി അങ്ങനെയുള്ള ഇവർ 2 മക്കള്. അപ്പൊ ഈ മോനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം ഈ അമ്മ അച്ഛനെ അവരുടെ വീട്ടിലോട്ട് വിട്ടിട്ടേ ഇല്ല. അച്ഛൻ ഇടയ്ക്ക് പോയാലും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിട്ട് അച്ഛനെ ഇങ്ങ് വിളിച്ചു വരുത്തും. ആ അമ്മയുടെ അടുത്തും മോൻ്റെ അടുത്തും വിട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ മോനോട് അച്ഛനും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അച്ഛൻ എന്തോ വയ്യാതെ കിടന്നപ്പോൾ ഈ മോനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛന് ജീവൻ കിട്ടിയെന്നൊരു വിശ്വാസം അച്ഛനുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഈ മോൻ എന്ത് പറഞ്ഞാലും അവർ ചെയ്തു കൊടുക്കും. ഇളയ അനിയനും ഇളയ അനിയനാണെങ്കിൽ അവൻ കുഴപ്പമില്ല, അവൻ സ്വന്തം കാലയിൽ ജീവിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അവരുടെ മതത്തിലോട്ട് മാറിയിട്ടാണേലും അവർ അവരുടെ ജീവിതം നോക്കുന്നുണ്ട്. പക്ഷെ ഈ പുള്ളി ഇപ്പൊ ലക്ഷങ്ങളുടെ കണക്ക് ഒരു ബാധ്യത വന്നാലും ഈ അച്ഛനും അമ്മയും സാധിച്ചു കൊടുക്കും. സ്വത്ത് അന്ന് അച്ഛന് ഷാപ്പിൽ നല്ല വരുമാനമായിരുന്നു. അപ്പൊ ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ പുള്ളി ഇപ്പം പണിക്ക് പോയില്ലേലും എന്ത് പ്രശ്നം കേസുകളും വഴക്കുകളും ഉണ്ടാക്കിയാലും അച്ഛൻ അതിന്റെ എല്ലാം പുറകിന് നടന്നിട്ട് അച്ഛനും അമ്മയും കൂടെ ഇതങ്ങ് ഡീൽ ചെയ്യും. കാരണം അച്ഛന്റെ അമ്മയുടെയും ഇഷ്ടപ്പെട്ട മകനാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. അത് തന്നെയല്ല, ഈ എനിക്ക് ചെലവിന് തരുന്നില്ല, പണിയില്ല എന്ന് പറയുമ്പോഴും അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവന്ന് ഇങ്ങി തരും. അപ്പൊ അതും ഒരു ഇതാ. അങ്ങനെയാണ് കൂടുതൽ വഷളായത്. അവർക്ക് സ്വന്തമായിട്ടുള്ള വീടൊക്കെ ഉണ്ടോ? അവർക്ക് നല്ലൊരു വീട് സ്ഥലം ഉണ്ടായിരുന്നു. വീതം മക്കൾക്ക് വീതം കൊടുക്കാനാന്നും പറഞ്ഞ് അത് വിറ്റിട്ട് ഇപ്പൊ കോളനിയിൽ പോയി 3.5 സെന്റ് സ്ഥലത്ത് താമസിക്കുക. അയൽക്കാരോട് ചോദിച്ചാൽ അറിയാം. എന്നെ എന്റെ കുഞ്ഞുങ്ങളെ അതിനകത്തിട്ട് ഞങ്ങളെ ആ വീടുകളിലിട്ട് ഞങ്ങളെ അനുഭവിപ്പിച്ച ദുരിതം അയൽക്കാരോട് ചോദിച്ചാൽ അറിയാം. അവരാരും കൊടുത്തോ മക്കൾക്ക് വീതം? ഒരു വീതവും കൊടുത്തിട്ടില്ല. ഉണ്ടോ? വേറെ കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഇതേ ഉള്ളൂ. 3 സെന്റ് സ്ഥലമുണ്ട്, വീടുണ്ട്. അത് ആ നാട്ടുകാരോട് ചോദിച്ചാൽ ഇവരെ പറ്റി എന്നെ പറ്റി ആണെങ്കിലും എന്നെ ചോദിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല. അവര് പറയുന്ന നാട്ടുകാർ പറയുന്ന കേട്ടാൽ അറിയാം ഇവരുടെയും ഇവരുടെ കുടുംബത്തിന്റെയും തൊഴില്. പോലീസുകാർക്കാണെങ്കിൽ സ്ഥിരം തലവേദന. ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലും മാന്നാർ പോലീസ് സ്റ്റേഷനിലും സ്ഥിരം തലവേദന ഇദ്ദേഹം. അതിന് മോഷ്ടിക്കുവോ? അല്ല, വെള്ളമടിച്ചിട്ട് റോഡിൽ കൂടെ വരുമ്പോ പോലീസ് പിടിക്കും. മദ്യപിച്ചതിന് പേരിൽ ഒരുപാട് കേസുണ്ട്. ഒരുപാട് കേസുണ്ട്. ജയിലിൽ പോയിണ്ടാ? ഉണ്ട്. ഞങ്ങൾ അളിയച്ചാരായിട്ട് വഴക്കുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു താങ്കള്? ഞാനെ വെട്ടി. എത്ര കൊല്ലം ശിക്ഷിച്ചു? 1 വർഷത്തേക്ക് നല്ലടപ്പിന് വിട്ടു. എന്നിട്ട് അവിടുന്ന് വന്നപ്പോ പിന്നെ നന്നായിട്ട് നടന്നു തുടങ്ങിയോ? അവിടുന്ന് വന്ന് തുടങ്ങിയപ്പോ അതിനെക്കാട്ടി കൂടുതലായി. അവിടുന്ന് എല്ലാ ജോലിയൊക്കെ അവർ പഠിപ്പിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണോ കല്യാണമൊക്കെ കഴിഞ്ഞു? അല്ല, അത് കഴിഞ്ഞിട്ടാ കല്യാണം കഴിഞ്ഞ്. അവിടുന്ന് വിട്ട് കഴിഞ്ഞ് അവര് കോടതി സൈക്കിള് വർക്ക്ഷോപ്പ് അങ്ങനെ എന്തോ തുടങ്ങാനായിട്ട് സൈക്കിളും പൈസയും അങ്ങനെ എന്തൊക്കെയോ കൊടുത്തെന്ന് അദ്ദേഹം പറഞ്ഞേ. അങ്ങനെയല്ല, അവര് നല്ല നടപ്പിന് വിട്ട് കഴിയുമ്പം അവരൊരിത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാ എന്നെ കല്യാണം കഴിച്ചു. എന്റെ കല്യാണം 2005 ജനുവരി 10-ാം തീയതി ആയിരുന്നു. നിങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇയാള് കളവ് കേസിലെ പ്രതിയാണ്. അതെ, അച്ഛൻ അതെ, കളവ് കേസിലെ പ്രതിയാണെങ്കിൽ സാറേ, അന്ന് ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ അമ്മ പോയതിനു ശേഷം ഞങ്ങളെ നല്ല പക്വതയോടെയാണ് വളർത്തിയത്. വരവ് ചെലവുകളും ഒരു ജീവിതത്തിന്റെ പോരായികകൾ എന്താണ് കൂടുതൽ അങ്ങനെയെല്ലാം ഞങ്ങളെ പറഞ്ഞു തന്ന് നല്ല രീതിയിലാണ് ഞങ്ങളെ വളർത്തി. തന്നെ എൻ്റെ ആംഗ്ലം ഒരു പേരുദോഷം കേൾക്കേണ്ട രീതിയിൽ എന്നെ എൻ്റെ ആദ്യമേ പറഞ്ഞു, മോനെ അമ്മ ഇങ്ങനെ പോയോണ്ട് അച്ഛൻ ഒരിക്കലും മോൻ പേരുദോഷം കേട്ടിട്ട് അതങ്ങനെ ആവില്ല. അച്ഛനും പോയി. അങ്ങനെയാണെങ്കിലും മോൻ അങ്ങനെ ഒരു പേരുദോഷത്തിന് പോലെ എന്നോടും എൻ്റെ ആങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല അച്ചടക്കത്തോടു കൂടിയാണ് വളർന്നു വന്നത്. പക്ഷെ അത് പുറം ലോകമായിട്ട് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഒരു പരിചയത്തിന് വിട്ടിട്ടില്ല. ഈ പണിക്ക് പോകുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനോട് മിണ്ടരുത്, ആണുങ്ങളെ നോക്കരുത്, ആണുങ്ങളോട് ചിരിക്കരുത്, ആണുങ്ങൾ ഒരു വഴി നിൽക്കുവാണെങ്കിൽ അപ്പുറത്തെ വഴി കൂടെ പോകണം. അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഈ പുള്ളിയുടെ കൂടെ പോയി ഞാനൊരു കടയിൽ ചെന്ന് 1 കിലോ അരി മേടിക്കാൻ പോലും എനിക്ക് മടിയായിരുന്നു. ഈ പുള്ളിയുടെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ ഒരു ജീവിതവുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനുഷ്യനോട് മിണ്ടാൻ തന്നെ തുടങ്ങിയത്. കാരണം ഇവർ സ്ഥിരം കേസുകളായി വഴക്കുകളായി ബഹളമായി കഴിഞ്ഞപ്പം ഞാൻ സ്വയം എൻ്റെ വീട്ടിൽ നിന്നും ആരുമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കാനില്ല, പറയാനില്ല, എന്നെ അന്വേഷിക്കാനല്ല. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഞാനൂടെ സ്വയം എൻ്റെ ജീവിതം നോക്കിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പം ഞാനും എൻ്റെ അവസ്ഥകൾ മനുഷ്യനോട് പറയാൻ തുടങ്ങി. ഇപ്പം എത്ര നാളായി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്? ഇപ്പം 3 വർഷമായി. 3 വർഷമായിട്ട് ജോലി അതെന്തായാലും നന്നായി, നല്ലൊരു തീരുമാനം. ആരംഭം മുതലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവര് നല്ല പക്വതയോടെ വളർന്നു വന്ന്
ഇതാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും ഉത്തരവാദിത്തമില്ലായ്മ. ആ ഒരു ഡിസ്പാരിറ്റി ഉണ്ട് അവിടെ. ഈ ഒരു തരത്തിലും എനിക്ക് ഇവരെ അവരുടെ അച്ഛനെയും അമ്മയും ഇവരെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലോ ഇവരുടെ ഒരു രീതിയിലോട്ടാകാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന രീതിയിൽ എന്റെ ഭർത്താവ് പോലും നിൽക്കത്തില്ല. ഞാൻ പുള്ളി വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അവർക്കാണ് കൂടുതൽ പിന്തുണ, പുള്ളിക്കാണ് അച്ഛന്റെയും അമ്മയുടെയും പിന്തുണ കിട്ടുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ സ്വയം എന്റെ വഴിയിലോട്ട് എന്റെ ഭർത്താവിനെ ആക്കാൻ നോക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഒരു ദിവസം പോലും കുടിപ്പിക്കാതെ കിടക്കത്തില്ല. എന്നും കൊണ്ടുവന്നിട്ട് 7:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ കിടക്കും. പുള്ളി 8:30 ആകുമ്പോൾ വരും. വന്നേച്ച് ഈ പുള്ളി കതവ് തുറന്ന് വെളിയിലിറങ്ങും. ഇറങ്ങി അങ്ങനെ എന്നും പോയിട്ട് വരുമ്പോൾ എന്തോ ഒരു മണം. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം പയ്യെ പുറകിന് ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് കുടിപ്പിക്കുക. ആ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത്. അപ്പം ഞാൻ അച്ഛൻ എന്തായി കാണിക്കുന്നത്, ഞാൻ എന്നും കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ ഇന്ന് ഇതുകൂടെ കൊടുത്തു, നാളെ എൻ്റെ ഭർത്താവ് കുടിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛൻ വീണ്ടും കൊണ്ടുവന്നിട്ട് തിണ്ണക്കിരുന്നിട്ട് പറഞ്ഞു എടാ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ പുള്ളിനോട് പറഞ്ഞു ഇന്ന് പോവുകയാണെങ്കിൽ ഇന്ന് ഇവിടെ തീരുമെന്ന് പറഞ്ഞു ബന്ധം. അത് പിന്നെ അച്ഛൻ അങ്ങനെ കൊടുക്കത്തില്ല. അങ്ങനെ എന്നും അച്ഛനും അമ്മയും കൊണ്ടുവന്ന് മദ്യപിക്കാൻ കൊടുക്കും. അങ്ങനെ അത് ഇവര് കുടുംബമേ അങ്ങനെ ഒരിതാ. നിങ്ങൾ എന്തായാലും ഇതുവരെ ചെലവിന് കൊടുത്തിട്ടില്ല, കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കുന്നില്ല. ആ സ്ഥിതിക്ക് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നില്ല. യാതൊരു തരത്തിലുള്ള സുഖവും സന്തോഷവും നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുക, നിങ്ങൾ ജോലിക്ക് പോവുക, കിട്ടുന്ന കാശ് കൊണ്ട് കുടിക്കുക, ബഹളം ഉണ്ടാക്കുക, അവിടെ കഴിയുക. അവർ ജോലി ചെയ്ത് അവരുടെ മക്കളെ പോറ്റുക. എന്തിനങ്ങനെ ജീവിക്കുന്നത്? ആരെയും ഭർത്താവായിട്ട് അങ്ങനെ ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യം? എന്തായാലും ആര് വന്നിട്ടുണ്ട് കൂടെ? എൻ്റെ അപ്പച്ചിയുണ്ട്, മെമ്പറുണ്ട്. ആ വരാൻ പറയാം, അവരെ വരാം. സാർ അത് അവരുടെ അമ്മയാണ്, അത് അവരുടെ വാർഡ് മെമ്പറാണ് കുഞ്ഞുമോൾ. ഇത് അനു വാസുദേവിൻ്റെ അച്ഛൻ വാസുദേവൻ. ഈ പരാതിയെക്കുറിച്ച് നിങ്ങളോടാണ് ചോദിക്കുന്നത്, അനു വാസുദേവിൻ്റെ അച്ഛനോടാണ് ചോദിക്കുന്നത് ഞാൻ. അവരുടെ പരാതിയെക്കുറിച്ച്. പരാതി അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പം 2-3 കൊല്ലമായി അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് പിണക്കം വിട്ട വീട്ടിൽ വന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പിന്നെ വെള്ളം അടിച്ച് വെള്ളം ഉണ്ടാക്കിയാണെന്ന് അവർ പറയുന്നു. വീട്ടിൽ വന്നപ്പോൾ യാതൊരു കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അല്ലല്ല, അവര് കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നല്ലവണ്ണം മദ്യപിക്കും, മകനും കൂടെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകനെ നിർബന്ധിച്ച് മദ്യപിപ്പിക്കുന്നതെന്നാണ് പരാതി. പരാതിയായിട്ടല്ല, അത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത്. ഞാൻ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കുമോ എന്നാ പറയുന്നത്? അവര് അങ്ങനെ പലതും പറയും. ഞാൻ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കുമോ? ഞാൻ കൊടുക്കുകയില്ലല്ലോ. ഞാൻ എന്തെങ്കിലും ഷോപ്പിലാണ് ജോലി. ഞാൻ ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അതിന് മക്കൾക്ക് കൊണ്ട് കൊടുക്കുന്ന ഇത് പറയാൻ തെറ്റാ. ഭാര്യയ്ക്ക് കൊടുക്കോ? ഇല്ല, ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ കൊടുക്കാറില്ല. നിങ്ങൾ കഴിക്കും? ഞാൻ കഴിക്കുമായിരുന്നു. ഞാൻ ഷാപ്പിൽ കഴിക്കുന്നതാണ്. ഷാപ്പിലാണ് എൻ്റെ ജോലി. ഭാര്യ കഴിക്കോ? ഇല്ല. അപ്പോൾ ഈ ഷാപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ? ഷാപ്പിൽ കഴിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഓരോ കള്ളൊക്കെ കിട്ടും, അത് കുടിക്കും. അല്ല നിങ്ങൾക്കല്ല, വീട്ടിൽ കൊണ്ടുപോകാൻ? വീട്ടിൽ കൊണ്ടുപോകാനൊന്നും കിട്ടത്തില്ല. ഇല്ല. കള്ള് മാത്രമാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ദേശമദ്യം കഴിക്കോ? അത് വല്ലപ്പോഴും ഞാൻ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ഇല്ലെന്ന് പറയത്തില്ല. അമ്മയും കഴിക്കില്ല അല്ലേ? ഇല്ല, അത് കഴിക്കാൻ പറഞ്ഞല്ലോ അത് പറയും. അവരുടെ വർത്തമാനം കേട്ടാൽ വെള്ളം അടിച്ചുണ്ടാ പറയുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ വർത്തമാനം പറയുന്നത് കേട്ടാൽ എപ്പോഴും പറയും അമ്മ വെള്ളം അടിച്ചുണ്ടാ പറയുന്നത്. അത് ചുമ്മാ പറയുന്നത്.